പെങ്ങളെ മക്കളെ ഉപദേശിക്കണേ. ഏതുപോലെ എന്നറിയുമോ? മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, പടച്ചവനെ നാട് കടത്തപ്പെട്ട സ്വഹാബിയാ. ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ നാട് കടത്തുകയാണ്. ആരാരുമില്ലാതെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വീട് വെച്ചിട്ട് ജീവിക്കുന്ന സ്വഹാബിയാ. അയൽവാസിയില്ല, ആൾതാമസമില്ല, ഒരാളുമില്ല. ആ സ്വഹാബിയും തന്റെ ഭാര്യയും മക്കളും കൂടെ ജീവിക്കുകയാണ്. അല്ലാഹുവേ, അബൂദർ നിങ്ങളുടെ മരണമെടുക്കുകയാ. അബൂദർ നിങ്ങളുടെ മരണമെടുക്കുകയാ. ഒരു വാപ്പയെന്ന് പറഞ്ഞാൽ ആരായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാ. ഒരു പിതാവെന്ന് പറഞ്ഞാൽ മക്കളെ ഉപദേശിക്കേണ്ടത് എങ്ങനാണെന്നൊരു ഉദാഹരണം പറഞ്ഞു തരാ. അബൂദർ തങ്ങൾ മരിക്കാൻ പോവുകയാണ്. പടച്ചവനെ തന്റെ പെൺമക്കളെ വിളിക്കുകയാണ്. 3 പെൺമക്കളാണ് അബൂദർ തങ്ങൾക്കുള്ളത്. 3 പെൺമക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മക്കളെ ഉപ്പാന വെറുക്കല്ലേ, ഉപ്പാന വെറുക്കല്ലേ. നിങ്ങൾക്ക് വേണ്ടി വാപ്പ ഒന്നും കരുതി വെച്ചിട്ടില്ല. സമ്പത്ത് മുഴുവനും വാപ്പ കണ്ടുകുടിച്ച് തീർത്തതല്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തതാണ്. വാപ്പ ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല. വെക്കരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ വാപ്പ പാവങ്ങൾക്ക് കൊടുത്തതാ. മക്കള്, നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവനാണ്, നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവനാണ്. എന്നെ നിങ്ങൾ വെറുക്കരുത്. തന്റെ ഭാര്യയോടും തന്റെ മക്കളോടും പറഞ്ഞു കൊടുക്കുകയാ.